ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് തിപ്ലീനെ കുറിച്ചാണ്. കണ്ടില്ലേ, പച്ച കളറുള്ള കായാണ് തിപ്പിലി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് കഫക്കെട്ട്, ചുമ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ആയുർവേദത്തിൽ അതിന് വേണ്ടിയിട്ട് കുറേ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കലുണ്ട്, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ കൂട്ടേണ്ടതാണ് തിപ്പിലി പറയുന്നത്. ഇതിന് മാർക്കറ്റിൽ നല്ല വിലയുള്ളതാണ്. കണ്ടില്ലേ, എല്ലാത്തുമ്മിലും തിപ്പിലി ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ പച്ച കളറുള്ള കായാണ് തിപ്പിലി. കണ്ടില്ലേ, പിന്നെ കണ്ടില്ലേ, ഇത് നല്ല രീതിയിൽ നമ്മൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. വളർത്തിയെടുക്കൽ പറഞ്ഞ കാര്യമായിട്ട് ഇതിന്റെ തൈകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കുഴി ഇതാക്കി അതിൽ വളം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കുക. ഇത് കാര്യമായിട്ടും തെങ്ങുമ്പിലും കമുകും കൂടിയും മുരിങ്ങേന്റെ വലിയതുണ്ട്, കമ്പൊക്കെ വെച്ചിട്ട് അതിമ കൂടി വളർത്തി ഉണ്ടാക്കി എടുക്കുക. നല്ല രീതിയിൽ വിളവും കിട്ടും, നല്ല രീതിയിൽ പരിചരണം കൊടുക്കുക, നല്ല രീതിയിൽ വെയിലും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ തിപ്പിലി. ഇതിൽ തന്നെ പല പല വേരിയന്റ് ഉണ്ട്. അപ്പം ഇത് കുറച്ച് തൈയാക്കി വെച്ചതായിരുന്നു. നമ്മൾക്ക് ചുമരുമ്മ കൂടെ ഇങ്ങനെയുള്ള ചുമരുണ്ടല്ലോ, പഴയ കാലത്തെ നല്ല വെയിൽ കിട്ടണ ചുമരുമ്മ കൂടെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാവും. അടിവശത്ത് നല്ല വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതാക്കിയെടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നിങ്ങൾ ആരെങ്കിലും തിപ്പിലി വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ, ഏത് തരം തിപ്പിലിയാണെന്നുള്ളത്.